ക്രൈസ്തവ ദേവാലയങ്ങൾ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഉന്നതത്തിൽ നിന്നും വന്ന രക്ഷയുടെയും അടയാളങ്ങളാണ്. ഓരോ അൾത്താരകളും സ്വർഗം ഭൂമിയെ സ്പർശിക്കുന്ന വിശുദ്ധ ഇടങ്ങളാണ്. അവിശ്വസനീയമായ ഒരു മഹാസ്നേഹത്തിൻ്റെ കഥ ഓരോ കുരിശുരൂപങ്ങൾക്കും പറയാനുണ്ട്. വിശുദ്ധി തേടുന്ന ജനത്തിന് ദൈവത്തെ ആരാധിക്കാൻ വിശുദ്ധമായ ഒരു ദേവാലയം ആവശ്യമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നു. കർത്താവിന് ഒരാലയം പണിത് അവിടുത്തെ മഹത്വപ്പെടുത്താനും നിരന്തര കൂട്ടായ്മകൾക്കും ദൈവജനം എക്കാലത്തും ശ്രമിച്ചിരുന്നു. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുത്തി ആയിരക്കണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങൾ സ്ഥാപിതമായിട്ടുണ്ട്. പൗരസ്ത്യ പാശ്ചാത്യ ശൈലിയിൽ രൂപപ്പെട്ടിരിക്കുന്ന പല ദേവാലയങ്ങളും കമനീയമായ ശില്പവിദ്യകളുടെയും കലാവാസനകളുടെയും മകുടോദാഹരണങ്ങളാണ്. ഇത് മോൺസിഞ്ഞോർ ക്ലീറ്റസ് പറമ്പിലോത്തച്ഛൻ, വരാപ്പുഴ അതിരൂപതയുടെ പ്രിയപ്പെട്ട വൈദികൻ. അതിലുപരി കേരള സഭയ്ക്ക് മുഴുവൻ അഭിമാനമാകത്തക്ക രീതിയിൽ 300ഓളം ദേവാലയങ്ങളും അൾത്താരകളും ഡിസൈൻ ചെയ്ത ശ്രേഷ്ഠ വൈദികൻ. വാസ്തുവിദ്യയുടെ യാതൊരു സങ്കീർണ പാഠങ്ങളും അഭ്യസിക്കാതെ മോൺസിഞ്ഞോർ ക്ലീറ്റസ് പറമ്പിലോത്ത് ദൈവാത്മാവിൻ്റെ പ്രചോദനം സ്വീകരിച്ച് രൂപകൽപ്പന ചെയ്ത അനേകം അൾത്താരകളും ദേവാലയങ്ങളും ഇന്ന് സഭയ്ക്ക് അഭിമാനമായി നിത്യാരാധനകളാൽ സജീവമാണ്. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് ഫാദർ ക്ലീറ്റസ് പറമ്പലോത്ത്. ക്ലീറ്റസ് അച്ഛൻ എന്നെല്ലാവരും എന്നെ വിളിക്കാറുണ്ട്. വരാപ്പുഴ അതിരൂപതയിലെ ഒരു വൈദികനാണ് ഞാൻ. വരാപ്പുഴ അതിരൂപതയിലെ തന്നെ കർത്തേടം ഇടവകയിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാപിതാക്കന്മാർ പറമ്പലോത്ത് ജോസഫും മേരിയുമാണ്. ആ നല്ല മാതാപിതാക്കന്മാരുടെ നല്ല ശിക്ഷണത്തിൽ നല്ല സ്നേഹത്തിൽ വളരുവാനൊക്കെ എനിക്ക് സാധിച്ചത് വലിയ ഭാഗ്യമായി കരുതുകയാണ്. ആയിരുന്ന എൻ്റെ പിതാവ് നല്ല ശിക്ഷണത്തിൽ തന്നെയാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. അതുപോലെ അമ്മ ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ജ്ഞാനമുള്ളവളായിരുന്നു. വിശുദ്ധരെക്കുറിച്ചെല്ലാം ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ദൈവോന്മുഖമായി വളരുവാനും 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അൾത്താര ശുശ്രൂഷകനായി തീരുവാനായിട്ട് സാധിച്ചു. അന്ന് വികാരിയായിരുന്ന ജോർജ് തോട്ടകത്തച്ഛൻ്റെ പ്രത്യേക വാത്സല്യവും സംരക്ഷണവും ശിക്ഷണവുമൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. എൻ്റെ ദൈവവിളിയുടെ വളർച്ച ആരംഭിക്കുന്നത് എനിക്ക് തോന്നുന്നു അവിടെ മുതലാണ്. ആ ഒരു നല്ല വൈദികൻ്റെ നല്ല മാതൃക കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നു വന്നത്. പിന്നീട് എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം പനക്കപ്പാടം സെൻറ്റ് ജോസഫ് സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം എളങ്ങുന്നപ്പുഴ സർക്കാർ ഹൈസ്കൂളിലുമായിരുന്നു.
10ാം ക്ലാസ് പാസ്സായതിന് ശേഷം 1959 ജൂൺ മാസത്തിൽ വൈദിക പരിശീലനത്തിനായിട്ട് എറണാകുളം മൈനർ സെമിനാരിയിൽ ചേർന്നു. അന്ന് ഞങ്ങളുടെ റെക്ടച്ചൻ ദിവംഗതനായ കൊർണേലിയസ് ഇലഞ്ഞിക്കൽ പിതാവായിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്രായത്തിലുള്ള ഒരു വൈദികനായിരുന്നു. ആ സമയത്ത് ഞങ്ങളോട് ഒത്തിരി സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ടായിരുന്നു. മൈനർ സെമിനാരി കാലഘട്ടം ഒത്തിരിയേറെ സന്തോഷവും അതിലുപരി പ്രാർത്ഥനയിൽ വളരുവാനുമുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചു. അതോടൊപ്പം തന്നെ എനിക്കുണ്ടായിരുന്ന എൻ്റെ കലാവാസനയെ വളർത്തിയെടുക്കുവാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ടായിരുന്നു. മൈനർ സെമിനാരി പഠനത്തിന് ശേഷം കർമ്മലഗിരി സെമിനാരിയിൽ തത്വശാസ്ത്ര പഠനം ആരംഭിച്ചു. ആ കാലയളവിലെല്ലാം പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിക്കുവാനായിട്ട് പ്രത്യേകം അവസരം ലഭിച്ചു. കർമ്മലഗിരി സെമിനാരി മുതൽ കലാപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾക്ക് 4 പേരടങ്ങുന്ന ഒരു ടീമുണ്ടായിരുന്നു. അത് ദേവാലയത്തിലെ ഡെക്കറേഷനാവട്ടെ, സ്റ്റേജിലെ അറേഞ്ച്മെൻ്റ് ആകട്ടെ, അതിനെല്ലാത്തിനും ഞങ്ങളായിരുന്നു അതിനുവേണ്ടി ശ്രമിച്ചിരുന്നത്. അത് തിയോളജി അവസാനിക്കുന്നവരെയും ആ ബന്ധം തുടർന്നു പോന്നിരുന്നു. തിയോളജി കാലഘട്ടത്തിൽ ഇടവകയിൽ മതപഠനത്തിനായിട്ട് പോകുവാനുള്ള അവസരമുണ്ടായിരുന്നു. അത് ഒരു വിധത്തിൽ ഞങ്ങളുടെ പാസ്റ്ററൽ ലൈഫിൻ്റെ തുടക്കമായിരുന്നു. പൗരോഹിത്യ സ്വീകരണത്തിലുള്ള ദിവസങ്ങൾ അടുത്തപ്പോൾ ഒത്തിരിയേറെ ഉത്കണ്ഠയും ആകാംക്ഷയും പ്രയാസങ്ങളുമൊക്കെ അനുഭവപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. സ്വീകരിക്കാൻ പോകുന്ന ആ വലിയ പദവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ നിസ്സഹായാവസ്ഥയും ത്തെക്കുറിച്ച് ചിന്തിച്ച് ഒത്തിരിയേറെ പ്രയാസം അനുഭവിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. എൻ്റെ പ്രയാസങ്ങളൊക്കെ അന്ന് എൻ്റെ വികാരിയച്ഛനെ ഞാൻ എഴുതി അറിയിച്ചു. അച്ഛൻ നല്ല ഉപദേശങ്ങളൊക്കെ തന്നതിന് ശേഷം പറഞ്ഞു, ബ്രദർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ബിക്കോസ് സോ മെനി ആർ പ്രേയിങ് ഫോർ യു, ബിക്കോസ് സോ മെനി ആർ പ്രേയിങ് ഫോർ യു. എന്നെ വളരെയധികം ആകർഷിച്ച അല്ലെങ്കിൽ സന്തോഷിപ്പിച്ച, ആശ്വസിപ്പിച്ച വചനങ്ങളായിരുന്നു അത്. ഒത്തിരി പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള ആ ബോധ്യമാണ് പിന്നെ പൗരോഹിത്യ പദവിയിലേക്ക് കടന്നു വരുവാനുള്ള ശക്തിയും ധൈര്യവും ഒക്കെ ലഭിച്ചത്. പറമ്പിലോത്ത് ജോസഫിൻ്റെയും മേരിയുടെയും പുത്രനായി 1941 സെപ്റ്റംബർ 23-ാം തീയതി എറണാകുളം വൈപ്പിൻകരയിൽ കർത്തേടത്താണ് ക്ലീറ്റസ് അച്ഛൻ ജനിക്കുന്നത്. മംഗലപ്പുഴ സെമിനാരിയിൽ നിന്നും 1968 ഡിസംബറിൽ അഭിവന്ദ്യ ജോസഫ് അട്ടിപ്പേറ്റി പിതാവിൽ നിന്നും ക്ലീറ്റസ് അച്ഛൻ വൈദിക പട്ടം സ്വീകരിച്ചു. പുണ്യശ്ലോകനായ ജോസഫ് അട്ടിപ്പേറ്റി പിതാവിൽ നിന്നാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത്. വരാപ്പുഴ അതിരൂപതയിൽ അട്ടിപ്പേറ്റി പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിക്കുന്ന അവസാനത്തെ വൈദികനായിരുന്നു ഞാൻ. ഒത്തിരി സന്തോഷമുണ്ട് ആ പുണ്യാത്മാവിൽ നിന്ന് തന്നെ വൈദിക പട്ടം സ്വീകരിക്കാൻ സാധിച്ചതിൽ. പിറ്റേ ദിവസം എൻ്റെ ഇടവക ദേവാലയമായ കർത്തേടം പള്ളിയിൽ എൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. പിന്നീടാണ് ഞങ്ങൾക്കുള്ള അപ്പോയിൻമെൻറ്റ് വന്നത്. എന്നെ ഓച്ചിന്തരത്ത് കുരിശിങ്കൽ പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്തു. എന്നാൽ ആ സമയത്ത് വികാരിയച്ഛൻ ആസ്പത്രിയിലായിരുന്നതുകൊണ്ട് കൊച്ചച്ഛൻ്റെ കൂടെയാണ് 1 മാസം കഴിച്ചു കൂട്ടിയത്. വീണ്ടും ദൈവനിയോഗം എന്ന പോലെ എന്നോട് കോട്ടുപള്ളി പള്ളിയിലേക്ക് വീണ്ടും പോകുവാനായിട്ട് ആവശ്യപ്പെട്ട് അതൊരു 3-4 മാസം നീണ്ടു നിന്നു. അങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ തനിയെ ചെയ്യുവാനുള്ള പ്രവർത്തിക്കുവാനുള്ള ഒരവസരം തമ്പുരാൻ എനിക്ക് തന്നു.
പിന്നീട് അങ്ങോട്ട് എല്ലാം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അവിടെ നിന്ന് ഇളംകുളം ഫാത്തിമ പള്ളിയിലേക്കാണ് പോയത്. ഏതാണ്ട് 1 കൊല്ലത്തോളം അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങളുമായിട്ടൊക്കെ സഹകരിച്ച് ഒട്ടേറെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടും ഒക്കെ ആ അവസരങ്ങളിൽ സാധിച്ചു. പ്രത്യേകിച്ച് അവിടെ ഒരു ഗായക സംഘത്തെ രൂപീകരിക്കുന്നതിന് സാധിച്ചു. 1 വർഷം തികയുന്നതിന് മുൻപ് എനിക്ക് അന്ന് വരാപ്പുഴ തിരുവതയുടെ തന്നെ ഭാഗമായിരുന്ന ചെട്ടിക്കാട് ഇടവകയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. ഒരു കൊച്ചുപള്ളി, കൊച്ചിടവക. എങ്കിലും സന്തോഷത്തോടുകൂടി അവിടെ കാര്യങ്ങളൊക്കെ നടത്തി. വാസ്തവത്തിൽ അന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേന ആരംഭിച്ചിട്ടില്ലായിരുന്നു. ഏതാനും പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ചെറിയ തോതിൽ അവിടെ നൊവേന ആരംഭിക്കുവാനായിട്ടുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. പിന്നീടാണ് അത് വളർന്ന് വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിയത്. രണ്ട് വർഷത്തിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ഇപ്പോൾ വരാപ്പുഴ തിരുവതയുടെ ഭാഗം, ഇന്ന് കോട്ടപ്പുറം രൂപതയുടെ ഭാഗമായ മടപ്ലാതുരുത്ത് ഇടവകയിലേക്കാണ് ഞാൻ പോയത്. അതും വളരെ കുഗ്രാമം, മറ്റ് സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്നൊരു സ്ഥലമായിരുന്നു. എങ്കിലും വളരെ സന്തോഷത്തോടുകൂടി അവിടെ കഴിയാനായിട്ട് 6 കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ടി വിയോ ഫോണോ ഒന്നുമില്ലായിരുന്നൊരു കാലഘട്ടത്തിൽ അവിടെ ഫോണുണ്ടായിരുന്നില്ല. എങ്കിലും നല്ലൊരു കുടുംബ ബന്ധം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമാശന് പറയാറുണ്ട് പള്ളി കുടുംബമെന്ന്. എല്ലാ വിധത്തിലുള്ള കുട്ടികൾ മുതൽ വലിയവർ വരെയുള്ള ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു സമൂഹം അവിടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഒത്തിരിയേറെ നാടകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ കാലയളവിൽ. അവിടെ നിന്നാണ് പിന്നീട് ഞാൻ എറണാകുളം മൈനസ് സെമിനാരിയിലേക്ക് വരുന്നത്. ഒരു വിധത്തിൽ അതെനിക്കൊരു ഷോക്കായിരുന്നു. അന്നത്തെ ആർച്ച് ബിഷപ്പ് കേളന്തര പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ സെമിനാരിയിൽ റെക്ടറായിട്ട് നിയമിക്കുകയാണെന്ന്. വാസ്തവത്തിൽ ഞാൻ പേടിച്ചു പോയി. ഞാനാണോ? എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം അത്ര ഒരു സ്ഥാനത്തേക്ക് വരാനായിട്ടുള്ള കഴിവൊന്നും എനിക്കില്ല എന്നുള്ളൊരു ബോധ്യം. എങ്കിലും പിതാവ് എന്നെ ആശ്വസിപ്പിച്ചു. അച്ഛന് കുട്ടികളുമായിട്ടൊക്കെ നന്നായിട്ട് പെരുമാറാനായിട്ട്, അടുത്ത് പെരുമാറാനായിട്ട് അറിയാമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. മൈനസ് സെമിനാരിലേക്ക് കടന്നു വന്നു. കുട്ടികളുമായിട്ടുള്ള ഒരു ജീവിതമാണ് പിന്നെ. അത് 6 കൊല്ലം എറണാകുളം മൈനസ് സെമിനാരിയിലും 6 കൊല്ലം കളമശ്ശേരി മൈനസ് സെമിനാരിയിലുമായിട്ട് 12 വർഷം സെമിനാരി വിദ്യാർത്ഥികളുടെ പരിശീലന കാലഘട്ടമായിരുന്നു. ഒത്തിരിയേറെ പ്രയാസങ്ങളുടെയും ടെൻഷൻ്റെയും ഒക്കെ നടുവിലൂടെയാണ് കടന്നു പോയതെങ്കിലും കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ആ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. പലപ്പോഴും പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ദിവികാരുണ്യനാഥൻ്റെ സന്നിധിയിൽ പോയി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്കൊക്കെ അപ്പോൾ തന്നെ ഫലം കണ്ടതായിട്ടുള്ള ഒരനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. സെമിനാരി വിദ്യാർത്ഥികളുടെ പരിശീലന കാലഘട്ടം വളരെ പ്രയാസമുള്ളതാണ്. അവർക്ക് വേണ്ട വിധത്തിലുള്ള അടിത്തറ കൊടുക്കേണ്ട ഒരു സമയമാണ്. അതനുസരിച്ച് തന്നെ ആ കുട്ടികളെ മുന്നോട്ട് പോകുവാനായിട്ട്, അവർക്ക് പരിശീലനം കൊടുക്കുവാനായിട്ടൊക്കെ പരിശ്രമിച്ചു. ഇന്ന് വരാപ്പുഴയിലും കോട്ടപ്പുറം രൂപതയിലുമൊക്കെ ആയിട്ട് അതിൽ 200-ലധികം വൈദികർ എൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവരുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്ന കാലത്തു മുതൽ ക്ലീറ്റസ് അച്ഛൻ ഡിസൈനിങ് വർക്കുകളിൽ താൽപ്പര്യം കാണിച്ചിരുന്നു. മാതൃ ഇടവകയായ കറുത്തേടം സെൻറ് ജോർജ് ഇടവക വികാരിയായിരുന്ന പോൾ വാളേപ്പള്ളി അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഒരൾത്താര മേശ ഡിസൈൻ ചെയ്തതായിരുന്നു
ക്ലീറ്റസ് അച്ഛൻ്റെ പ്രഥമ സൃഷ്ടി. ആദിയും അന്തവുമായ ദൈവത്തെ പ്രതീകവൽക്കരിക്കുന്ന ആൽഫ ഒമേഗ ആശയം ക്ലീറ്റസ് അച്ഛൻ തൻ്റെ പ്രഥമ സൃഷ്ടിയിൽ ആവിഷ്കരിച്ചു. എൻ്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷ കാലഘട്ടത്തിലൂടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കപ്പുറം ഒത്തിരിയേറെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് സാധിച്ചു. അതാണ് പള്ളികളുടെയും അൾത്താരകളുടെയും ഒക്കെ ഡിസൈൻ ചെയ്യുവാനായിട്ട് സാധിച്ചത്. അത് ആദ്യ കാലഘട്ടം മുതൽ തന്നെ അത് തുടങ്ങിയിരുന്നു. ഓരോരുത്തരും ആവശ്യപ്പെടുന്നതനുസരിച്ച് അത് ചെയ്തു കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനായിട്ട്, വേണ്ട ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധ പതിച്ചിരുന്നു. പള്ളികളുടെ മുഖപ്പുകൾ കൂടാതെ അൾത്താരകൾ, മധുബഹ, അതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കോൺവെൻറ്റുകളുടെ ചാപ്പലുകൾ, അവിടെയെല്ലാം അൾത്താരയ്ക്ക് ഡിസൈൻ ചെയ്യുവാനായിട്ട് സാധിച്ചു. ദേവാലയ മുഖവാരം, അൾത്താര മേശ, മറ്റ് വായന സ്റ്റാൻഡ്, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ, രൂപക്കോടുകൾ, അങ്ങനെ പലതും ദേവാലയത്തിനോടനുബന്ധിച്ച് ചെയ്യുവാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെയ്യുവാനായിട്ട് കഴിഞ്ഞത് തമ്പുരാന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ടൊരവസരമാണല്ലോ ഇത് എന്ന് കരുതി തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, എളംകുളം ഫാത്തിമ പള്ളിയുടെ അൾത്താര ഡിസൈൻ ചെയ്തതിന് ശേഷം, പള്ളി വെഞ്ചരിപ്പിന് ശേഷം, അന്നത്തെ വികാരിയായിരുന്ന കരിക്കശ്ശേരി അച്ഛൻ, ഇന്നത്തെ കോട്ടപ്പുറം മെത്രാൻ, അദ്ദേഹം പറഞ്ഞു, അച്ഛന് തരാൻ എനിക്കൊന്നുമില്ല, മറിച്ച് അച്ഛൻ്റെ കലാവിരുതിൽ ദൈവം വസിക്കുന്നു, അതുതന്നെയാണ് ഏറ്റവും വലിയ സമ്മാനമെന്ന്. എനിക്കും കിട്ടുന്ന ഏറ്റവും വലിയ സംതൃപ്തി അതാണ്. ഞാൻ ഡിസൈൻ ചെയ്യുന്നിടത്തൊക്കെ കർത്താവ് വന്നിരിക്കുന്നു, ജനങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഒന്നിച്ചു കൂടുന്നു. ഇതിൽ വലിയൊരു അനുഗ്രഹം കിട്ടാനില്ല. ഒട്ടേറെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സാധിച്ചെങ്കിലും അതെല്ലാം തമ്പുരാൻ്റെ കൃപ കൊണ്ടാണെന്ന്, പ്രത്യേകിച്ച് ആർക്കിടെക്ചർ രംഗത്ത് അധികമൊന്നും പരിശീലനമോ പഠനമോ ഇല്ലാത്ത എനിക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചത് നല്ല മനസ്സോടുകൂടി ഒരു കാര്യം ഏറ്റെടുക്കാനായിട്ട് തയ്യാറായതിൻ്റെ വെളിച്ചത്തിൽ തമ്പുരാൻ തന്ന കൃപ കൊണ്ട് മാത്രമാണ്. പലപ്പോഴും ദേവാലയത്തിൻ്റെ അൾത്താരയും മറ്റും സക്രാരിയും മറ്റും ഡിസൈൻ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ പള്ളിയിൽ തന്നെ പോയി കുറേ നേരം ഇരുന്നു കൊണ്ട് ആ സക്രാരിയും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുമെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കും. അങ്ങനെ കുറേ നേരം പ്രാർത്ഥിച്ചും ചിന്തിച്ചും ഒക്കെ കഴിയുമ്പോൾ തമ്പുരാൻ തന്നെ ഒരു രൂപം എൻ്റെ മനസ്സിൽ പതിപ്പിച്ചു തരും. അത് പിന്നെ ഗ്രാഫ് പേപ്പറിൽ വരച്ചെടുത്ത് കൃത്യമായിട്ടുള്ള അളവോടുകൂടി പണിയുന്ന ആളുകൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സാധിച്ചു. ഇതെല്ലാം ഞാൻ എന്നെ ഏൽപ്പിച്ചിരുന്ന മറ്റ് ഔദ്യോഗിക ജോലികൾക്കൊപ്പമാണ് ഇതെല്ലാം ചെയ്യുവാനായിട്ട് സാധിച്ചത്. ഇതിനുവേണ്ടി മാത്രമായിട്ട് ഒരു ദിവസം പോലും മാറ്റിവെച്ചിട്ടില്ല. മറിച്ച് എൻ്റെ ശുശ്രൂഷ ദൗത്യത്തിലൂടെ തന്നെ ഇതൊക്കെ ചെയ്യുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അതിന് തമ്പുരാനോട് നന്ദിയുണ്ട്. പ്രത്യേകിച്ചും ഒത്തിരിയേറെ പള്ളികളെയൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് ജനങ്ങൾ വരുമ്പോൾ ഇത് ചെയ്ത ആളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തീർച്ചയായിട്ടും അവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളൊരു ചിന്തയുണ്ട്. ക്ലീറ്റസ് അച്ഛൻ ഡിസൈൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത് അൾത്താര നിർമ്മാണത്തിനാണ്. സക്രാരിയുടെയും കുരിശുരൂപത്തിൻ്റെയും പ്രസക്തി ഒട്ടും നഷ്ടപ്പെടാത്ത വിധം ഉചിതമായി മദ്ബഹകൾ ക്രമീകരിക്കുവാൻ ക്ലീറ്റസ് അച്ഛന് കഴിഞ്ഞു. വിശ്വാസികളുടെ ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള രൂപകൽപ്പനകൾ പരമാവധി ഒഴിവാക്കി ദിവ്യകാരുണ്യം ഏറ്റവും കേന്ദ്രീകൃതമാക്കുവാൻ ക്ലീറ്റസ് അച്ഛൻ ശ്രദ്ധിച്ചു.
ദേവാലയത്തിലെയും അൾത്താരകളിലെയും നിറങ്ങളുടെയും ഛായങ്ങളുടെയും തിരഞ്ഞെടുപ്പും ക്ലീറ്റസ് അച്ഛൻ വളരെ സൂക്ഷ്മമായി നടത്തി. ശാന്തമായി ഇരുന്ന് ധ്യാനിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന നിറങ്ങൾ തൻ്റെ നിർമ്മിതികളിൽ ക്ലീറ്റസ് അച്ഛൻ ഉപയോഗപ്പെടുത്തി. ദേവാലയങ്ങളുടെ മുഖവാരങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിലും ക്ലീറ്റസ് അച്ഛൻ വിപ്ലവകരമായ രീതികൾ അവലംബിച്ചു. കുർബാനയെ മഹത്വപ്പെടുത്തുന്ന രീതിയിലുള്ള മുഖവാരങ്ങൾ നിർമ്മിക്കാനായിരുന്നു അച്ഛൻ കൂടുതലും താൽപ്പര്യപ്പെട്ടത്. സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുന്ന ഇടമായിരിക്കണം ഒരു ദേവാലയം എന്ന് അച്ഛൻ വിശ്വസിച്ചു. പ്രകാശകിരണങ്ങൾ, ആൽഫ, ഒമേഗ, ഏകകേന്ദ്രമായ വൃത്തങ്ങൾ, കൂപ്പിയ കരങ്ങൾ, ധാന്യക്കതിരുകൾ, കാസ തുടങ്ങിയ പ്രതീകങ്ങൾ ലളിതസുന്ദരമായി വിശ്വാസത്തെ പ്രഘോഷിക്കും വിധം തൻ്റെ സൃഷ്ടികളിൽ ക്ലീറ്റസ് അച്ഛൻ നിർമ്മിച്ചു ചേർത്തു. ദേവാലയ നിർമ്മിതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ സംഗമകൂടാരമാണ് ഓരോ ദേവാലയവും. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അവിടെ ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥനാരൂപി നിറഞ്ഞു നിൽക്കുന്നതാവണം ഓരോ ദേവാലയവും. ദേവാലയത്തിൻ്റെ കേന്ദ്രബിന്ദു ദിവ്യസക്രാരിയാണ്. ദിവ്യനാഥൻ കുടികൊള്ളുന്ന ആ ദിവ്യസക്രാരിയിലേക്കായി ആണ് എല്ലാവരുടെയും ശ്രദ്ധ പതിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ദേവാലയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് ദിവ്യസക്രാരിക്കുള്ളത്. പൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം